എല്ലാവർക്കും സുഖാണോ? സുഖാണോ? യെസ്. ഡാൻസ് ഒക്കെ കളിച്ച് ഈശോയുടെ സ്നേഹത്തെ നന്ദിയൊക്കെ പറഞ്ഞ ഈശോയ്ക്ക്. എന്നാ ഡാൻസ് ആയിരുന്നു നിങ്ങളുടെ? അച്ഛനെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു നിങ്ങളുടെ ഡാൻസ്. ഇത്ര നല്ല പിള്ളേര് ഇങ്ങനെ നിൽക്കുമ്പോ ഈശോയ്ക്ക് എന്തുമാത്രം സന്തോഷമാവും അല്ലേ? യെസ്. നമുക്കൊരു വചനം പറഞ്ഞാലോ? അപ്പോ ഒരു വചനം പറയാം. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും, അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. കണ്ട, ഈശോയെ സ്നേഹിക്കുമ്പോ പിതാവായ ദൈവവും പരിശുദ്ധാത്മാവും നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മുടെ കൂടെ ജീവിക്കുന്നതാണ് വചനം പറയുന്നത്. കേട്ടാ? അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈശോയെ സ്നേഹിക്കണം. അച്ഛനൊരു കഥ പറയട്ടെ. ഒരു ഡാനി എന്നൊരു കൊച്ചുണ്ടായിരുന്നു. ഈ കൊച്ചിന് ഭയങ്കര ആഗ്രഹം ഈശോയുടെ സ്നേഹം എനിക്ക് വേണം എന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷെ എങ്ങനെയാണ് ഈശോയുടെ സ്നേഹം എനിക്ക് കിട്ടാൻ എന്ന് ചിന്തിച്ച് അവൻ പള്ളിയിലെ അച്ഛനടുത്ത് ചോദിച്ചു, അച്ഛ, ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. എങ്ങനെയാണ് ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകാം? എന്താ ചോദിച്ചേ? അച്ഛനോട് ചോദിച്ചു, അച്ഛ, ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം? ഉടനെ അച്ഛൻ വളരെ സന്തോഷത്തോടെ ഡാനി കൊച്ചിനെ പിടിച്ച് കൈ പിടിച്ച് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നടന്നു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോ ഡാനി കൊച്ചും അച്ഛനും കൂടി ഒരു ചെറിയ ഒരു സ്ഥലത്തെത്തി. ആ സ്ഥലത്ത് ഇങ്ങനെ നല്ല നല്ല പൂക്കളും നല്ല നല്ല ആപ്പിളും ഓറഞ്ചും മുസമ്പിയും അതൊക്കെ ഇഷ്ടാണോ? ആപ്പിളൊക്കെ ഇഷ്ടാണോ? ആ, അങ്ങനെ നിൽക്കുന്ന നല്ല ഒരു ഗാർഡനിലേക്ക്, ഒരു പൂന്തോട്ടത്തിലേക്ക്, നല്ല ഒരു ഫ്രൂട്ട്സ് ഗാർഡനിലേക്കൊക്കെ ഇങ്ങനെ ഡാനി കൊച്ചിനെയും കൊണ്ട് അച്ഛനിങ്ങനെ പോകാൻ തുടങ്ങി. അപ്പൊ ഡാനി കൊച്ചിന് മനസ്സിലായി, ഓഹ്, ഇതെന്തുമാത്രം അത്ഭുത! ഈശോ നമുക്ക് വേണ്ടി ആപ്പിളും ഓറഞ്ചും മുന്തിരിയും കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളും റോസാപ്പൂവും ഒക്കെ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടതിന്റെ അടയാളമാണെന്ന്, അല്ലെങ്കിൽ അതിന്റെ സിമ്പിൾ ആണെന്ന് ഈശോ പള്ളിയിലെ അച്ഛൻ ഈ ഡാനി കൊച്ചിനോട് പറയണം. അപ്പൊ മനസ്സിലായി, നമുക്ക് വേണ്ടി ഇത് മാത്രല്ല, ഈശോ ഈശോയെ തന്നെ നമുക്ക് നൽകി അല്ലേ? വിശുദ്ധ കുർബാനത്തല്ലേ? വിശുദ്ധ കുർബാന എന്താണ്? ഈശോയുടെ ശരീരവും രക്തവും നമ്മുടെ ആത്മീയത്തിന് വേണ്ടി, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി ഈശോ നമുക്ക് നൽകി. അതുകൊണ്ട് എന്താണ്? ഈശോയുടെ സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? ഒരു സമ്മാനമാണ് അല്ലേ? ഏറ്റവും വലിയ സമ്മാനം എന്താണ് ഈശോ നൽകിയത്? വിശുദ്ധ കുർബാന. കണ്ടോ? അതുകൊണ്ട് ഈശോയെ സ്നേഹിക്കുന്ന മക്കളാണെങ്കിൽ നമ്മൾ എവിടേക്ക് പോകണം? നമ്മള് പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന വർത്താനം പറയാതെ നന്നായിട്ട് ഈശോയെ സ്നേഹിക്കണം എന്ന ആഗ്രഹത്താല് വർത്താനം പറഞ്ഞ് കുറുമ്പ് കാണിക്കാതെ ഇങ്ങനെ ഈശോയെ സ്നേഹിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന നന്നായിട്ട് പങ്കെടുക്കണം. കേട്ടാ? അപ്പോഴാണ് നമുക്ക് ഈശോയെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ, ഈശോയെ കൂടുതൽ കൂടുതൽ അറിയാൻ, നല്ല കൂട്ടുകാരനായിട്ട് ഈശോ നമ്മുടെ കൂടെ വരാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ കുർബാനയിൽ പോകുമ്പോൾ സംസാരിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? ഈശോയെ സ്നേഹിക്കാൻ ആഗ്രഹത്തോടെ ഇങ്ങനെ ഇരിക്കണം. കേട്ടാ? ഈശോ നമ്മുടെ ആദ്യത്തെ അറിയാം എല്ലാവരും? ആരാണ് ആദം? അപ്പുറത്തെടുത്ത കൊച്ചാണോ? ആണോ? ആദം ഹവ്വയും അപ്പുറത്തെ വീട്ടിൽ ചേട്ടനും ചേച്ചിയാണോ? അല്ല, പിന്നെ ആരാണ്? ഈശോ, അല്ല, ദൈവം ആദ്യമായിട്ട് സൃഷ്ടിച്ച മനുഷ്യരാണ് ആര്? ആദവും ഹവ്വയും. ആദവും ഹവ്വയും എവിടെയായിരുന്നു ആദ്യം സ്വർഗത്തിലായിരുന്നു, ദൈവത്തിന്റെ ഒപ്പം, പിതാവായ പുത്രനായ
പരിശുദ്ധാത്മാവായ നമ്മുടെ ദൈവത്തിന്റെ ഒപ്പമായിരുന്നു ആര്? ആദവും ഹവയും. അച്ഛൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട് മക്കൾക്ക്? മനസ്സിലാകുന്നുണ്ട്? കൈ കാണിച്ച് ഇങ്ങനെ. അച്ഛൻ പറഞ്ഞത് മനസ്സിലാകുന്നുള്ളവര്? മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ആദവും ഹവയും ഇങ്ങനെ ദൈവത്തോടൊപ്പം ഇങ്ങനെ കളിച്ചും ചിരിച്ചും വർത്താനം പറഞ്ഞും ഒക്കെ ഇങ്ങനെ സന്തോഷിച്ച് ഇങ്ങനെ നമ്മളെ പോലെ കളിച്ചും ചിരിച്ചും ഒക്കെ ഇങ്ങനെ നടക്കായിരുന്നു. അപ്പോഴാണ് ആദത്തിന് സംഭവിച്ചത്? കുറച്ച് കുറുമ്പ് കാണിച്ചു നമ്മളെ പോലെ. നമുക്ക് കുറുമ്പ് കാണിക്കാറുണ്ടാ വീട്ടില്? ചെറിയ ചെറിയ കുറുമ്പ് കാണിച്ചു, ചെറിയ ചെറിയ കുസൃതിയെ കാണിച്ചു. അപ്പൊ ആദ്യം സംഭവിച്ചു, ആദത്തെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി എവിടെയാക്കി? ലോകത്തിലാക്കി, ഭൂമിയിലാക്കി, അല്ലേ? അപ്പോ കുറുമ്പ് കാണിച്ചു കഴിഞ്ഞാൽ, കുസൃതി കാണിച്ചു കഴിഞ്ഞാൽ, അമ്മയും അപ്പച്ചനും പറയുന്നതൊക്കെ അനുസരിക്കാതിരുന്നു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന്, ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മൾ എവിടേക്ക് പോവും? ഇങ്ങനെ അകന്ന് പോവും. കേട്ടാ? അപ്പോ ദൈവത്തിനെ കൂടുതലാക്കണമെങ്കിൽ നമ്മൾ ചെയ്യണം? കുറുമ്പ് കാണിക്കാൻ പാടില്ല, കുസൃതി കാണിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അപ്പച്ചനും അമ്മച്ചും പപ്പയും അമ്മയൊക്കെ പറയുന്നത് അനുസരിച്ച് ഇങ്ങനെ നല്ല കുട്ടിയായി നടക്കുമ്പോഴാണ് നമുക്ക് സംഭവിക്കുള്ളൂ, ഈശോയുടെ സ്നേഹം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ ഈശോ നമ്മുടെ കൂടെ ഉണ്ടാകുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്താവും? നമ്മൾ ഓരോ പ്രാവശ്യം കുറുമ്പ് കാണിക്കും. ഇപ്പൊ ഇങ്ങനെയാണ് ഈശോയും നമ്മൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്. നമ്മുടെ ഒരു പ്രാവശ്യം കുറുമ്പ് കാണിക്കുമ്പോൾ ഇങ്ങനെയാവും, വീണ്ടും കുറുമ്പ് കാണിക്കുമ്പോൾ ഇങ്ങനെയാവും, പപ്പയും അമ്മയും പറയാതെ അനുസരിക്കാതിരിക്കുമ്പോൾ ഇങ്ങനെയാവും, കൂട്ടുകാരുടെ അടുത്ത് വഴക്കടിക്കുമ്പോൾ ഇങ്ങനെയാവും. കണ്ട? പിന്നെന്ത് ചെയ്യണം? നമ്മള് വീണ്ടും വീണ്ടും നല്ല മറ്റുള്ളവരെ സഹായിക്കണം, മമ്മിയും പറയുന്നത് അനുസരിക്കണം, കൂട്ടുകാരെ സ്നേഹിക്കണം, നന്നായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കണം, പ്രാർത്ഥിക്കണം, വചനം പഠിക്കണം, വചനം വായിക്കണം. അങ്ങനെ ആവുമ്പോൾ വീണ്ടും നമ്മൾ എങ്ങനെയാവും? ഈശോയും നമ്മളും ഇതുപോലെയാവും, ഇങ്ങനെ ഒരുമിച്ച് ചേർന്നിരിക്കും. വീണ്ടും കുർബാനിച്ചാൽ പിന്നെ ഇങ്ങനെ പോകും. എന്ത് ചെയ്യണം? നല്ല മക്കളായിട്ട് ഈശോയെ സ്നേഹിച്ച് വചനം പഠിച്ച് നന്നായിട്ട് ഈശോയും നമ്മളെങ്ങനെ ആയിരിക്കണം? ഇങ്ങനെ ആയിരിക്കണം. കേട്ടാ? അപ്പോ കൃപ കാണിച്ചപ്പോ പുറത്താക്കി. പക്ഷേ ഈശോയ്ക്ക്, ദൈവത്തിന് ആരെ വേണമായിരുന്നു? നമ്മളെ വേണമായിരുന്നു. ദൈവം എന്ത് ചെയ്തു? വീണ്ടും ഈശോയെ ഈ ഭൂമിയിലേക്ക് അയച്ചു. തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് നമ്മുടെ കൂടെ നടന്ന് നമ്മളെ കൊണ്ട് ഇങ്ങനെ നല്ല നല്ല പ്രവർത്തികൾ ചെയ്യിപ്പിച്ച്, പുണ്യങ്ങൾ ചെയ്യിപ്പിച്ച്, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിച്ച്, വചനം, ബൈബിള്, വചനം നമുക്ക് തന്ന് വീണ്ടും ഈശോ കുരിശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ എവിടേക്ക് പോയി? നമ്മളിപ്പോ സ്വർഗത്തിന്റെ മക്കളായി, ദൈവത്തിന്റെ മക്കളായി, വീണ്ടും നമ്മള് സ്വർഗത്തിന്റെ അവകാശിയായി മാറി. ഇതല്ലേ നമുക്ക് നമ്മുടെ വിശ്വാസം? ഈ വിശ്വാസം നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ആഴപ്പെടണം. അതിനെന്ത് ചെയ്യണം? വചനം പഠിക്കണം, ഈശോയെ സ്നേഹിക്കാനായിട്ട് ഈശോയുടെ കൂടെ ഇരിക്കണം. കേട്ടാ? നമ്മൾ ആദ്യമായിട്ട് പുതിയൊരു സ്കൂളിൽ പോവാണ്. 1ാം ക്ലാസ്സിലേക്ക്, അല്ലെങ്കിൽ 4ാം ക്ലാസ് കഴിഞ്ഞ് ഒരു 5ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഴയ സ്കൂളിൽ നിന്ന് പുതിയൊരു സ്കൂളിലേക്ക് പോകാൻ വിചാരിച്ചു. അപ്പൊ നമ്മുടെ ക്ലാസ്സിലുള്ള ഏതെങ്കിലും കുട്ടികൾ നമുക്കറിയോ? അറിയില്ല. ആരെയും നമ്മൾ അറിയില്ല. ടീച്ചേഴ്സിനെ അറിയില്ല, അവിടെ നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളെ അറിയില്ല, ആരും അറിയില്ല. പക്ഷേ ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ, 3 ദിവസം കഴിഞ്ഞ്, 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ 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 നമ്മള് അവരാരായി മാറും? ആരാവും? നമ്മുടെ കൂട്ടുകാരിയാവും, കൂട്ടുകാരനാവും. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, കുറച്ചുകൂടി നാൾ കഴിഞ്ഞാൽ പിന്നെ അതിൽ കുറച്ച് പേരൊക്കെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെ? ചങ്ക്സ്, അല്ലെ? പിന്നെ നമുക്ക് വിളിക്കാൻ തോന്നും, സംസാരിക്കാൻ തോന്നും, കൂടെ നടക്കാൻ തോന്നും. അങ്ങനെ നല്ല സ്നേഹത്തോടെ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി നടക്കും. ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യണം? ഈശോയുടെ കൂടെ. അച്ഛന്റെ കയ്യിൽ ഒരു ഉണ്ണീശോ ഉണ്ട്. കാണിച്ചു അച്ഛൻ, കാണിച്ചു തരണോ? ഉണ്ണീശോയെ കാണിച്ചു തരണോ? കണ്ട? ഇതാണ് അച്ഛന്റെ ഉണ്ണീശോ. ഉണ്ണീശോടെ ഇങ്ങനെ കൂടെ ഇരുന്ന് ഇങ്ങനെ കൂട്ടുകാരനോട് സംസാരിക്കണ പോലെ ഇങ്ങനെ സംസാരിച്ച്, അച്ഛന്റെ വിശേഷങ്ങളും, അച്ഛനോട് സംസാരിച്ച് കൂട്ടുകാരുടെ വിശേഷങ്ങളും, അച്ഛൻ പോകുന്ന സ്ഥലങ്ങളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ആരായി അച്ഛന്റെ ചങ്കാരായി മാറി? ഉണ്ണീശോയാണ്
അച്ഛന് ചങ്കായി. ഇതുപോലെ എന്ത് ചെയ്യണം? സ്കൂളിൽ പോകുന്ന കാര്യങ്ങളും കൂട്ടുകാരോട് സംസാരിച്ചതും എന്തൊക്കെ സംസാരിച്ചെന്നും എന്തൊക്കെ സംസാരിച്ചു എന്നൊക്കെ ആരോട് പറയണം? ഉണ്ണീശോയോട് പറയണം. എന്നിട്ട് ഉണ്ണീശോയുടെ കൂട്ടുകാരായിട്ട് ആര് മാറണം? മക്കളെല്ലാവരും മാറണം. അപ്പൊ നമുക്ക് ഈശോയെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് സാധിക്കും. ഈശോയുടെ കൂടെ ഇരുന്ന് ഒരു 15 മിനിറ്റ് സമയമെങ്കിലും എവിടെ ഇരിക്കണം? ഈശോയുടെ കൂടെ ഇരിക്കണം. കേട്ടാ? എന്നിട്ട് നമ്മൾ വർത്താനം പറയണം. ഉണ്ണീശോയെ, സുഖാണോ? ഇന്നൊക്കെ എന്താ പരിപാടിയായിരുന്നേ? ഇന്ന് ഞാൻ ക്ലാസ്സിൽ പോയി. ഞാൻ അവളോട് സംസാരിച്ചു. അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു. ടീച്ചർ എന്നെ വഴക്ക് പറഞ്ഞു. ടീച്ചർ എന്നെ പ്രോത്സാഹിപ്പിച്ചു. എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടാ. ഇങ്ങനൊക്കെ ആരോട് പറയണം? ഉണ്ണീശോയോട് പറയണം. അപ്പൊ ഉണ്ണീശോയ്ക്ക് കൂടുതൽ ഇഷ്ടം ആരോടായിരിക്കും? ആരൊക്കെ സംസാരിക്കുന്നോ അവരോടായിരിക്കും ഉണ്ണീശോയ്ക്ക് കൂടുതൽ ഇഷ്ടം. കേട്ടാ? അപ്പൊ ഒരു ഹോംവർക്ക് തരട്ടെ. ഹോംവർക്ക് ഈ ആഴ്ച മൊത്തം എന്ത് ചെയ്യണം? ഒരു ഈശോയുടെ രൂപത്തിൽ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മങ്ങനെ ആ രൂപത്തിനോട് നോക്കി ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം 15 മിനിറ്റ്. റെഡിയാണോ? റെഡിയാണോ? കൈ കാണിച്ചേ. റെഡിയാണുള്ളവര്? ആരും കാണിക്കുന്നില്ലല്ലോ. കാണിക്കുന്നുണ്ട്. മിടുക്കന്മാര്. അപ്പൊ ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കണം കേട്ടാ, കൂട്ടുകാരനെ പോലെ. അപ്പോ ഈശോയോട് നമുക്ക് കൂടുതൽ സ്നേഹിക്കാൻ പറ്റും. ഈശോ നിങ്ങളെ പിതാവ് അപ്പം എന്ത് ചെയ്യും? നമ്മൾ ഈശോയെ സ്നേഹിക്കുമ്പോ, ഈശോയുടെ വചനം പഠിക്കുമ്പോ ഈശോ എന്തിനു പറഞ്ഞ് നേരത്തെ വചനം പഠിച്ചത്? പിതാവ് അവനെ സ്നേഹിക്കുകയും അവന്റെ വീട്ടിൽ വന്ന് അവനോടൊപ്പം ജീവിക്കുകയും ചെയ്യും, ജീവിക്കുകയും ചെയ്യും, അവന്റെ കൂടെ ഇരിക്കും. അങ്ങനെ ഈശോ നമ്മുടെ കൂടെ ഇരിക്കുന്ന മക്കളായിട്ട് ആര് മാറണം? നിങ്ങളെല്ലാരും മാറണം. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. കേട്ടാ? ഇന്ന് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ഈശോ നമ്മോട് പറയുന്നത് കാര്യമാണ്. ഈശോയുടെ കൂടെ ഇരിക്കുന്ന മക്കളായിട്ട് മാറണം. ഈശോയുടെ ഒപ്പം ഇരിക്കുന്ന, ഈശോയുടെ വർത്താനം പറയുന്ന, എങ്ങനെ ഈശോയെ സ്നേഹിച്ച് പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവോടും ചേർന്നിരിക്കുന്ന ഒരു കുടുംബം പോലെ. കേട്ടാ? നമ്മുടെ വീട്ടില് പപ്പിയുണ്ട്, മമ്മിയുണ്ട്, ഗ്രാൻഡ് മദർ ഉണ്ട്, ഗ്രാൻഡ് പേരൻസ് ഉണ്ട്, നമ്മുടെ കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. ഒരു ഫാമിലി അല്ലേ? ഒരു കുടുംബം അല്ലേ? ഇതുപോലെ ഈശോയുടെ കുടുംബത്തിലും ഒരു അംഗമായിട്ട് ആര് മാറണം? അല്ലെങ്കിൽ ഒരു ഫാമിലിയിലെ ഒരു ആളായിട്ട് നമ്മളെല്ലാവരും മാറണം. നമ്മളെല്ലാവരും ആണ്. പക്ഷെ കൂടുതൽ നമുക്കത് എന്ത് ചെയ്യണം? എക്സ്പീരിയൻസ് ചെയ്യണം, അനുഭവിക്കണം. നമുക്കത് തോന്നണം, ഞാൻ ഈശോയുടെ പിതാവും പുത്രനും പരിശുദ്ധാത്മായ പ്രത്യേക ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗാണെന്ന് നമുക്ക് എല്ലാവർക്കും ഒരു തോന്നൽ, ഒരു അനുഭവം, ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകണം. മനസ്സിലായോ? അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈശോയുടെ കൂടെ ഇരുന്ന് സംസാരിക്കണം, വർത്താനം പറയണം. അതിനെ കൂട്ടിരുന്ന് ഈശോയെ സ്നേഹിക്കണം. പിന്നെ വചനം പഠിക്കണം, വചനം പാലിക്കണം. ഓക്കെ? സന്തോഷായോ? മിടുക്കരായോ? ഇതൊക്കെ ചെയ്യില്ലേ? ചെയ്യോ? എല്ലാരും അൺമ്യൂട്ടായിട്ട് പറഞ്ഞേ, ഉത്തരം പറഞ്ഞേ. ഇതെല്ലാരും ചെയ്യോ? ഈശോയുടെ മക്കളാണോ? ആണോ? ഉണ്ണീശോടൊപ്പം ഇന്ന് വർത്താനം പറയോ? അച്ഛൻ ഉണ്ണീശോ എന്ന് പറയുമ്പോ ഉണ്ണീശോ അതിന്റെ കൈ പിടിച്ചാണ് ഇങ്ങനെ പിടിക്കണം. ഉണ്ണീശോ വെച്ചാണ് പോലെ. കേട്ടാ? ഉണ്ണീശോ. ഇനി മാതാവ് എന്ന് പറയും. മാതാവ് എങ്ങനെ കൈ പിടിച്ചേക്കുന്നേ? മാതാവ് എങ്ങനെ കൈ പിടിച്ചാണ്? കൈ കൂപ്പി പിടിച്ചേക്കാണല്ലേ? ഓക്കെ. ഇനി ഔസ്യപിതാവ്. ഔസ്യപിതാവ് പറയുമ്പോ എന്ത് ചെയ്യണം? എല്ലാരും ഇങ്ങനെ. കേട്ടാ? ഔസ്യപ്പ് മരപ്പണിക്കാരനായിരുന്നില്ല, അപ്പൊ ഇങ്ങനെ കാണിക്കണം. ഓക്കെ? റെഡിയാണോ?
യെസ്. ഉണ്ണീശോ. ഉണ്ണീശോ. മാതാവ്. ആ. ഈ ഔസ്യപിതാവ്. ഉണ്ണീശോ. മാതാവ്. ഔസ്യപിതാവ്. കേട്ടാ? അപ്പോ ഉണ്ണീശോ ആയിട്ട് എപ്പോഴും നമ്മളിങ്ങനെ ഉണ്ണീശോയുടെ കൂടെ ഇരിക്കണം. കേട്ടാ?